ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രമാണെന്നുണ്ടെങ്കിൽ വേദ പോയത് അറിഞ്ഞിട്ട് വേഗം തന്നെ വേദയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. വീട്ടിൽ ചെന്നിട്ട് വേദനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വേദ എനിക്കൊന്നും ഇനി കേൾക്കാനില്ല, പരമാവധി ക്ഷമിക്കുന്നതിൻ്റെ അത്രയും ക്ഷമിച്ചു, ഇനി എനിക്കൊന്നും കേൾക്കുകയില്ല, ഒന്നും കേൾക്കാനും വേണ്ട പറയാനും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വേദ വാതിലടയ്ക്കാണ് കേട്ടോ. അകത്ത് കയറി വാതിലടച്ച് വിക്രം എന്ന് വെച്ചാൽ പുറത്ത് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതൊക്കെ ആയിട്ട് ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. അതിനുശേഷം വിക്രം നേരെ വീട്ടിലേക്ക് തിരികെ ചെല്ലാണ്. കമലാമ്മയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കമലാമ്മനെ കെട്ടിപ്പിടിച്ചിട്ട് വിക്രം കരയാണ് കേട്ടോ. കാരണം വേദ തന്നെ ഉപേക്ഷിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് വിക്രം മനസ്സിലാക്കുന്നത്. ഈ സമയം ഒരു ഇത്തിരി മുല്ലപ്പൂവൊക്കെ ആയിട്ട് വിക്രം ഇങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുന്നത് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ മുല്ലപ്പൂ വാങ്ങിച്ചിട്ട് വന്നത് മലയ്ക്ക് പോയി അങ്ങനെ വന്നതിന് ശേഷം വാങ്ങിച്ചിട്ട് വന്ന ഒരു ഭാഗമാവും കേട്ടോ കാണിക്കുന്നത്. മുല്ലപ്പൂ വാങ്ങിച്ചിട്ട് വന്നിട്ട് വേദല്ല വിക്രം അത് കയ്യിൽ വെച്ചിട്ട് ആലോചിക്കുകയാണ്. വേദയ്ക്ക് ആ മുല്ലപ്പൂ കൊടുക്കുന്നതും വേദ തലയിൽ ചൂടുന്നതും അതുപോലെ അതിനുശേഷം വേദനെ ഒരു ഫോണിൽ ഫോട്ടോ എടുക്കുന്നത് ആ മുല്ലപ്പൂ വെച്ചിട്ട് അങ്ങനെ ആയിട്ടുള്ള കുറച്ച് പ്രണയ നിമിഷങ്ങളാണ് കേട്ടോ രണ്ടുപേരും കൂടിയിട്ട്. ഇതൊക്കെ വിക്രം ആലോചിക്കുന്നതാണ് കേട്ടോ. ആ ഒരു മുല്ലപ്പൂ കയ്യിൽ വെച്ചിട്ട് വേദയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു മുല്ലപ്പൂവ് പോയി വന്നപ്പോൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുള്ളത്. ഇതേ സമയം വിക്രമിനെ വിഷമത്തോടു കൂടിയിട്ട് ദേഷ്യത്തോടു കൂടിയിട്ടൊക്കെ പറഞ്ഞയച്ചതിൽ വേദയ്ക്ക് വലിയ സങ്കടമൊക്കെ ഉണ്ട്. വേദ റൂമിൻ്റെ ഉള്ളിൽ കയറി വന്നിട്ട് അങ്ങനെ കരയാണ് കേട്ടോ. കിടന്നിട്ട് പൊട്ടി കരയാണ്. വിക്രമെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്നേഹത്തോടു കൂടിയിട്ട് വേദ ഇല്ലാതെ പറ്റൂല എന്നുള്ളൊരവസ്ഥയിലേക്ക് വിക്രം മാറുകയാണ്. അതേസമയം ഇവർ തമ്മിലുള്ള ഈ അകൽച്ച കുറച്ചും കൂടെ നല്ല രീതിയിൽ ഇവർ തമ്മിൽ മനസ്സിൽ പ്രണയമൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് പ്രമോല് കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.